നമ്മൾ എങ്ങോട്ടാ സാറേ പോകുന്നേ? അതൊക്കെ പറയാം. അതെ, ഈ സാറേ എന്നുള്ള വിളി ഇനി അവസാനിപ്പിച്ചില്ലേ? അഭിയേട്ടാന്ന് വിളിക്കുന്നത് കേൾക്കാനേ ഒരു സുഖ, പ്രത്യേകിച്ച് മാളുവിന്റെ നാവിന്ന്. അങ്ങനെ വിളിക്കണമെന്നുണ്ട്, പക്ഷേ ഇടയ്ക്കിടയ്ക്ക് സാർ മാനേജർ ആണെന്നുള്ളൊരു ബോധം വരുന്നു. നമ്മൾ മാത്രമുള്ളപ്പോ ഞാൻ മാനേജറും അല്ല, നീ എന്റെ ഡിസൈനറും അല്ല. നമ്മൾ രണ്ടാൾക്കാരും പരസ്പരം ഇഷ്ടപ്പെടുന്ന ആണും പെണ്ണുമാ. അവിടെ മറ്റു ഫോർമാലിറ്റീസിന്റെ ആവശ്യമൊന്നുമില്ല. ഡേവിഡ് സാർ ഇന്നലെ ഒരു സ്റ്റാഫിനെ ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്ന കണ്ടു. MD യുടെ ഒരു പവറിലാണ് അദ്ദേഹം സംസാരിച്ചത്. എനിക്കപ്പോ ചിരിയാ വന്നേ. എന്തിന്? അല്ല, അയാളല്ലല്ലോ കമ്പനിയെ നിയന്ത്രിക്കുന്നത്. അയാൾ ചില അധികാരങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അത് അയാൾ മിസ്യൂസ് ചെയ്യാതിരുന്ന കൊള്ളാം. അല്ല, ശരിക്കും എയിൻ ജ്വല്ലറിയുടെ MD സാറാണോ? അതേപ്പറ്റി ചോദിക്കുമ്പോ സാറൊരു ചിരിയിൽ ഒതുക്കുക. ആ ചിരിയിലെല്ലാം ഉണ്ട് മാളവിക. നീ എന്നോട് ചോദിച്ചത് എയിൻ ജ്വല്ലറിയുടെ MD ഞാനാണോന്നാ. അല്ലെങ്കിൽ അല്ലാന്ന് എനിക്ക് തറപ്പിച്ച് പറയാമായിരുന്നു. ഓ, ആണല്ലേ? എന്ന് ചോദിച്ചാ പൂർണ്ണമായ അർത്ഥത്തിലല്ല. നാളെ അതാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോ അതൊക്കെ സാറിലേക്ക് കൈമാറുന്ന ആളാണ് കമ്പനിയുടെ യഥാർത്ഥ ഓണർ അല്ലേ? അങ്ങനെ ഒരു ഓണർ കമ്പനിക്കുണ്ടെങ്കിൽ ആ ആളും ഞാനും തമ്മിൽ മാള് ചിന്തിക്കുന്നതിനപ്പുറം ഒരു ബന്ധമുണ്ടെന്ന് കൂട്ടിക്കോ. എന്താ, അച്ഛൻ മകൻ ബന്ധമാണോ? നീ നിന്റെ ഭാവനയിലൂടെയാണ് പല ഡിസൈൻസും വരച്ചെടുക്കുന്നത്. ആ ഭാവന നിനക്ക് നന്നായിട്ടുണ്ട്. അതുകൊണ്ടാണ് നീ ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ആ ചോദ്യങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതൊക്കെ പിന്നീട് പറയാം. നീ ഒന്നും പറയണ്ടടാ. പലതും ഞാൻ മനസ്സിലാക്കി വരികയെ. എന്നെ നിന്റെ അരികിലേക്ക് അയച്ചവർക്കും ഏതാണ്ടെല്ലാം അറിയാം. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ നമ്മുടെ കമ്പനിയിൽ എത്തിയതും സാറുമായി പരിചയപ്പെട്ടതൊക്കെ ഓർക്കുമായിരുന്നു. എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുക. അല്ല, ആ സ്വപ്നത്തിന് ചെറുകം മുളച്ചിട്ടില്ല ഇതുവരെ. അതിന് നമ്മൾ മനസ്സ് വെക്കണം. ഓ, ഇവന്റെ നോട്ടോ ഉദ്ദേശമൊന്നും ശരിയല്ലല്ലോ. ഇനി എങ്ങോട്ടാണോ എന്തോ എന്നെ കൊണ്ടുപോകുന്നത്. നമ്മളെന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടുത്തെ റെസ്റ്റോറന്റിലെ ഫുഡ് നല്ലതാ. നമുക്ക് എന്തെങ്കിലും കഴിക്കാം. അയ്യോ, വേണ്ടായിരുന്നല്ലോ. എയിൻ ജ്വല്ലറിയുടെ ക്യാമ്പിൽ ഇരുന്ന് വെറുതെ 2 വാക്ക് സംസാരിക്കുന്നതല്ലാതെ നമ്മൾ ഒരുമിച്ച് പുറത്തേക്കൊന്നും പോയിട്ടില്ലല്ലോ മാളു. മനസ്സ് തുറന്ന് കുറച്ച് സമയം സംസാരിക്കണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരണം. വേണ്ടായിരുന്നു സർ. എനിക്കൊപ്പമല്ലേ വരുന്നത്, പിന്നെ എന്താ കുഴപ്പം? അതാണ് എന്റെ പേടി. മാളു, നിനക്കെതിരെ ശക്തമായ ആക്ഷൻ എടുക്കണമെന്ന് മാനേജ്മെന്റ് തീരുമാനിച്ചതാ. പക്ഷെ ആ തീരുമാനം തിരുത്തിച്ചത് ഞാനാ. അതിന്റെ ആവശ്യമില്ലായിരുന്നല്ലോ സർ. കമ്പനിക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ മാറ്റിക്കോട്ടെ. അങ്ങനെ പറയരുത്. നിന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് വരാൻ പോലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അല്ല, സാറിന്റെ വൈഫ് അവിടെ ഉണ്ടാവില്ല സർ. അവളുടെ കാര്യം എന്തിനാ ഇവിടെ ഇപ്പൊ പറയുന്നേ? എങ്ങനെയോ ഒരു കുഞ്ഞുണ്ടായിപ്പോയി. അത് തന്നെ എന്റേതാണെന്നൊരു നിശ്ചയവുമില്ല. ദേ, അവളൊരു അഴിഞ്ഞാട്ടക്കാരിയാ. അതുകൊണ്ടാണ് മോഡലായിട്ട് വിളിച്ചപ്പോ അവൾ ഇറങ്ങി പുറപ്പെട്ടത്. പൈസ കിട്ടുമെങ്കിൽ അവൾ എന്തും ചെയ്യും. അങ്ങനെയാണോ? മാളുവാ. മടുത്തു മാളു. അതുകൊണ്ടാ ഞാൻ നിന്റെ അടുത്ത് അഭയം തേടിയത്. ആ സമയത്ത് നീയും എന്നെ ഇങ്ങനെ നിരാശപ്പെടുത്തല്ലേ? നമ്മൾ തമ്മിൽ നല്ല സൗഹൃദമാണല്ലോ സർ. ആ സൗഹൃദത്തിനൊരു വളർച്ച വേണ്ടേ? സാറേ, ഇതുപോലുള്ള ഹോട്ടലിലൊക്കെ വരുവാന്ന് പറഞ്ഞാ അത് പരിചയക്കാരെങ്കിലും കണ്ടാൽ മോശമല്ലേ? അങ്ങനെ ആരെങ്കിലും കാണുവാണെങ്കിൽ അത് എന്റെ പരിചയക്കാരായിരിക്കും.
മാളവികയ്ക്ക് ഇവിടെ അധികം ആരെയും പരിചയമില്ലല്ലോ. എന്ന് മാത്രമല്ല, നമ്മള് ഫുഡ് കഴിക്കാനല്ലേ വന്നത്. ഇവന്റെ ഉള്ളിലുള്ളത് മുഴുവൻ ചോർത്തിയെടുത്തേ പറ്റൂ. അതുകൊണ്ട് സഹിക്കാം. വരൂ, വാ. വരൂ. വാ മാളു. എന്താ ഇവിടെ? നല്ല ക്ഷീണമുണ്ട്. നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് റെസ്റ്റോറൻറ്റിലേക്ക് പോവാം. അയ്യോ, അതൊന്നും വേണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനാ? വാ. എന്താ സാറേ ഇത്? എന്താ, എന്നെ പേടിയാണോ മാളുവിന്? വാ. അല്ല, റെസ്റ്റോറന്റിൽ പോവാന്ന് പറഞ്ഞല്ലേ എന്നെ കൂട്ടി വന്നത്. റെസ്റ്റോറൻറ്റിലേക്ക് പോവാമല്ലോ. ഇതേ എൻ്റെ പരിചയത്തിലുള്ളൊരു ഹോട്ടലാ. ഏതായാലും നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഞാൻ 2 ജ്യൂസ് പറയട്ടെ? എനിക്കൊന്നും വേണ്ട, എനിക്ക് പോണം. എന്താ മാളു ഇത്? നല്ല മെച്ചൂരിറ്റി ഉള്ള പെൺകുട്ടിയല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ ഭയന്നാലോ? എന്തെങ്കിലും മീറ്റിങ്ങിന് ഹോട്ടലുകളിൽ പോകുന്നല്ലാതെ ഞാനിങ്ങനെ അന്യ ആണുങ്ങൾക്കൊപ്പം ഹോട്ടലിൽ പോകാറില്ല. ഞാൻ നിനക്ക് അന്യനാണോ? അത് കൊള്ളാം. ദേ, നീ അങ്ങനെ പറഞ്ഞത് ദേ ഇവിടെയാണ് തട്ടിയത്. പ്ലീസ് സർ, റെസ്റ്റോറന്റിൽ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് മടങ്ങാം. അങ്ങനെ മടങ്ങിയ ശരിയാവുമോ മാളു? ദേ, ഇവിടെ നമ്മൾ 2 ആളും മാത്രമേ ഉള്ളൂ. ഇങ്ങോട്ട് നമ്മൾ വന്നത് ആരും അറിഞ്ഞിട്ട് പോലുമില്ല. എന്റെ ഭാര്യയും നിന്റെ ഹസ്ബൻഡും ഒന്നും. പിന്നെ നമ്മൾ എന്തിനാണ് ഈ പേടിക്കുന്നത്? സർ, സംസാരിക്കണമെങ്കിൽ റെസ്റ്റോറന്റിൽ ഇരുന്ന് സംസാരിച്ചൂടെ? ഫ്രഷ് ആവണമെങ്കിൽ അവിടെ വാഷ്റൂം ഇല്ലേ? എന്റെ മാളു, ഞാൻ എന്റെ മനസ്സിലുള്ളതൊക്കെ നിന്നോട് തുറന്നു പറഞ്ഞില്ലേ? ദേ, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടാ. ആ ഇഷ്ടം ഞാൻ നിന്നോട് പറഞ്ഞപ്പോ നീ അത് പുഞ്ചിരിയോടെ സ്വീകരിക്കുകയും ചെയ്തതാണ്. എന്നിട്ടിപ്പോ നമുക്ക് ഒന്നിച്ചിരിക്കാൻ ഒരു അവസരം വന്നപ്പോ ഇങ്ങനെ സഹകരിക്കാതിരുന്നത് ശരിയാണോ? ഇതൊന്നും നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്യാവശ്യം റെസ്റ്റോറന്റിലേക്കോ പാർക്കിലേക്കോ ബീച്ചിലേക്കോ വരാം. അതിനപ്പുറം ഇങ്ങനെ ഹോട്ടലിലെ റൂം എടുത്ത് അതിനകത്തിരിക്കുന്നത് ശരിയല്ല. ദേ, 1-2 മണിക്കൂർ, അത് കഴിഞ്ഞ് നമുക്ക് റെസ്റ്റോറന്റിലേക്ക് പോവാലോ. മര്യാദയുടെ ഭാഷയിലാ ഞാൻ ഇതുവരെ സംസാരിച്ചത്. ഇനി ഹാർഷായിട്ട് സംസാരിക്കാൻ സാർ അവസരം ഉണ്ടാക്കരുത്. നീ ഹാർഷായിട്ട് സംസാരിച്ചാലും എനിക്ക് സോഫ്റ്റ് ആയിട്ട് തോന്നുള്ളൂ. നീ അത്ര വലിയ പതിവ്രതയൊന്നും ചമയണ്ട. നിന്നെ പോലെയുള്ള ഒരുപാട് പെൺകുട്ടികളെ ഞാൻ കണ്ടിട്ടുള്ളവനാ. നിനക്ക് ഞാൻ സ്ഥാനക്കയറ്റം നൽകാന്ന് പറഞ്ഞാലേ, സാലറി കൂട്ടിത്തരാന്ന് പറഞ്ഞാലേ നിന്നോട്. എനിക്ക് എന്റെ മാനം വെച്ചിട്ട് നിന്റെ സ്ഥാനക്കയറ്റവും സാലറി ഒന്നും വേണ്ടടാ. വേണ്ടെങ്കിൽ വേണ്ട. പക്ഷെ ഇന്ന് നിന്നെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് നടക്കാതെ വിടില്ലടി. അവളിത് ആരോടെങ്കിലും പറഞ്ഞാൽ കുഴപ്പാ. അതിനു മുമ്പ് അവളെ എടുക്കട. അയ്യോ, നിങ്ങളൊക്കെ ആരാ?
അതൊക്കെ പറ, ഇങ്ങോട്ട് ഇറങ്ങടി. എന്താ ഈ കാണിക്കുന്നത്? മിണ്ടി പോകരുത്. കേറടാ വണ്ടിക്കകത്ത്. ഇങ്ങോട്ട് വാടി. അടക്കടി. ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞേ. അടക്കാൻ. കേറ്. പിടിച്ച് കേറാ. കേറടി ഇങ്ങോട്ട്. വണ്ടിയിട്, വണ്ടിയിട്. ഞാനൊരു മോഡലാ, പക്ഷെ ഇപ്പോ കണ്ണാടി നോക്കാൻ പോലും എനിക്ക് തോന്നുന്നില്ല. സൗന്ദര്യം കൂട്ടാൻ വേണ്ടി പലതും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിലൊന്നും ഒരു കഴമ്പില്ലെന്ന് ഇപ്പം എനിക്ക് മനസ്സിലായി. സൗന്ദര്യം പുറമേ അല്ല വേണ്ടത്. ഇനി ഇവളെന്തെങ്കിലും അറിഞ്ഞു കാണോ? അല്ല, എന്താ നവ്യേ? ഒന്നുമില്ല. നീ എവിടെയായിരുന്നു? അത് പിന്നെ ഞാനൊരു മീറ്റിങ്ങിന് പോയതാ. അല്ല, നിന്നെ ആ മാളവിക വിളിക്കുകയോ മറ്റോ ചെയ്തോ? ഇല്ലല്ലോ, വിളിച്ചില്ല. എന്താ? അല്ല, അവള് കമ്പനിക്കകത്ത് നിന്നുകൊണ്ട് ചാരപ്പണി ചെയ്യുന്നുണ്ടോന്നൊരു സംശയമുണ്ട് അച്ഛനും ഡേവിഡ് സാറിനും ഒക്കെ. അച്ഛനോ? അയ്യോ, ഡേവിഡ് അച്ഛനെന്നാ ഞാൻ പറഞ്ഞേ. നീ അങ്ങനല്ലല്ലോ പറഞ്ഞേ. അച്ഛനും ഡേവിഡ് സാറും എന്നാ പറഞ്ഞത്. ഇതിനു മുമ്പ് നീ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയ്യോ, ഇനി അതിന്റെ പേരിൽ കൂടുതൽ ചോദ്യങ്ങൾ വേണ്ട നവ്യേ. ഞാൻ അച്ഛനെന്ന് വിളിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അയാളെ കുറിച്ച് പറയുന്നതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം? എനിക്കൊരു അച്ഛനുണ്ടായിരുന്നു. അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ ചത്തോന്ന് പോലും എനിക്കറിയില്ല. നല്ല പ്രായത്തിൽ മുത്തച്ഛൻ അങ്ങനെ തല്ലി ഇറക്കിയതാ. മാളവിക നമ്മുടെ കമ്പനിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന കൂട്ടത്തിലല്ലേ? ആത്മാർത്ഥതയ്ക്കിടയിലും ചില തരികട പരിപാടി കാണിക്കുന്നുണ്ടോന്ന് സംശയമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ ഡിസൈൻ കോമ്പറ്റീഷനിൽ തോറ്റുപോയത്. അല്ല, ഇനി നിനക്ക് വേറൊരു കാര്യം അറിയോ? ഈ മാളവിക USA പോകുന്നതിന് മുമ്പ് മൂർത്തീസ് ജ്വല്ലറിയിലെ ഡിസൈനർ ആയിരുന്നു. അതൊക്കെ എനിക്കറിയാം. ആ, അപ്പൊ ആദർശായിരിക്കില്ലേ അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്? AN ജ്വല്ലറിയുടെ ഉള്ളിൽ കയറി രഹസ്യങ്ങൾ ചോർത്താനായിട്ട്. വ്യക്തമായ തെളിവില്ലാതെ നമ്മൾ ആരെ സംശയിക്കാൻ പാടില്ല. എനിക്ക് കുറച്ച് ദിവസമായി ഇങ്ങനെ ഒരു ഡൗട്ട് തോന്നി തുടങ്ങിയിട്ട്. ഡേവിഡ് സാറും മറ്റു ചിലരും ഇതേപ്പറ്റി പറയുമ്പോഴും ഞാൻ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ ഇപ്പോ അതിനെ ശരിവെക്കുന്ന ചില തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്ത് തെളിവ്? അതൊന്നും ഞാനിപ്പോ പറയുന്നില്ല. അതുകൊണ്ട് ചിലപ്പോ അവൾ എന്തും ചെയ്യും. ചിലപ്പോ നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ വരെ ശ്രമിക്കും. നീ എന്താ അബി പറയുന്നേ? നമ്മളെ തമ്മിൽ തെറ്റിക്കാൻ ദൈവത്തിന് പോലും പറ്റില്ല. അതാണ് നമ്മൾ തമ്മിലുള്ള ബോണ്ടിങ്. നിനക്കെന്നോടുള്ള സ്നേഹം, വിശ്വാസം, അതാണ് എന്റെ കരുത്ത്. അറിയാലോ, മൂർത്തീസ് ജ്വല്ലറി ഇപ്പോൾ വിജയത്തിന്റെ പാതയിലാണെങ്കിലും AN ജ്വല്ലറിയും ഒട്ടും മോശമല്ല. ഞാൻ AN ജ്വല്ലറിയുടെ മാനേജർ ആയത് ഇവിടെ പലർക്കും ദഹിക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ജോലി തകർക്കാനായിട്ട് അവിടേക്ക് വന്ന് കയറിയവളാണ് മാളവികയെങ്കിൽ നമ്മളെ തെറ്റിക്കാനും അവൾ ശ്രമിക്കും. അതിന് ചിലപ്പോ ആദർശം നിന്റെ അനിയത്തിയൊക്കെ ഒരുപാട് പണം മുടക്കിയെന്നും വരും. നിന്നെ എനിക്കറിയാടാ. നീ ആഗ്രഹിച്ച പോലെ മാളവിക നിന്റെ ഇഷ്ടങ്ങൾക്കൊപ്പം നിന്ന് കാണില്ല. സാർ, 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 AN ജ്വല്ലറിയിൽ ജോയിൻ ചെയ്തിട്ട് നീ എല്ലാവരുടെയും ഹൃദയം കവർന്നു. സാർ, മാളവിക കളക്ഷൻസ് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഒരു തരംഗം ഉണ്ടാക്കി. പക്ഷേ എതിരാളികളുടെ സഹായത്തോടെയാണ് നീ ഒരു സ്റ്റാർ ആയത്, അല്ലേ? അല്ല സാർ. എന്തിനാണ് നീ ഇനിയും കള്ളം പറയുന്നത്? നിനക്ക് ഡിസൈനുകൾ വരച്ചു തന്നത് ആ നയനയല്ലേ? ഞാനൊരു ഡിസൈനറാണ് സാർ. ആയിക്കോട്ടെ, നീ ഒരു ഡിസൈനറാണ്. പക്ഷേ നിനക്ക് നയനയുടെ അത്രയും ഐഡിയ ഇല്ല. നീ അടുത്ത സമയത്തൊന്നും ഈ പണി ചെയ്തിട്ടുമില്ല.
വിവാഹം കഴിഞ്ഞു പോയതിനു ശേഷം ഇപ്പോ AN ജുവലറിയുടെ രഹസ്യങ്ങൾ ചോർത്താൻ നീ മനഃപൂർവ്വം അവിടെ കടന്നുകൂടിയതാണ്. ശരിക്കും പറഞ്ഞ ആദർശ് എന്ന സൂത്രശാലി നിന്നെ അതിനു വേണ്ടി നിയോഗിച്ചതാണ്. സാറേ, സാറിനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് AN ജ്വല്ലറിയിലേക്ക് വന്നതും അവിടെ ജോലി ചെയ്തതും. ഞാൻ നാഗേന്ദ്രൻ. മരണത്തെ സ്വീകരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന എതിരാളികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതാണ് എൻ്റെ ഒരു രീതി. ഞാനാണ് ശരിക്കും ആദർശ് തേടുന്നയാൾ. AN ജുവലറിയുടെ യഥാർത്ഥ MD, മുതലാളി. ഇവള് ചാരപ്പണി ചെയ്തിട്ടില്ലെന്നാ പറയുന്നത്. ചിലപ്പോ ശരിയായിരിക്കും. ദാ, ഇതൊന്ന് നീ നോക്കിയേ. ഇത് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തതല്ല, ഇത് ശരിക്കും നടന്നതാണ്. അത് പിന്നെ ഞാൻ നേരത്തെ മൂർത്തീസ് ജ്വല്ലറിയിൽ ജോലി ചെയ്തിരുന്നതാ. അപ്പോ ആദർശ് സാറിനെ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ കണ്ടതാ. നീ ഇനി എത്ര കള്ളം പറയാൻ ശ്രമിച്ചാലും നീ രക്ഷപ്പെടില്ല. കാരണം ഞാൻ ആരാണെന്നും AN ജുവലറിയുടെ യഥാർത്ഥ മുതലാളി ആരാണെന്നും നിന്റെ മുന്നിൽ വെളിപ്പെടുത്തി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നിന്റെ നാവിയെന്ന് മറ്റൊരാൾ അറിയാൻ പാടില്ല. എടോ ഡേവിഡ്, ഇവളുടെ വിധി നടപ്പിലാക്കാല്ലേ? കയർ റെഡിയല്ലേ? റെഡിയാണ് സാർ. അയ്യോ, വേണ്ട വേണ്ട സാർ, വേണ്ട സാർ, വേണ്ട, പ്ലീസ്, വേണ്ട സാർ. എന്നെ ഒന്ന് ചെയ്യില്ലേ, പ്ലീസ്, വേണ്ട സാർ. നിനക്ക് ഭർത്താവും കുട്ടികളൊക്കെ ഉണ്ടെന്നറിയാം. അങ്ങനെയുള്ളവർക്ക് മരിക്കാൻ വലിയ പ്രയാസമായി. എന്നാൽ ചതി ചെയ്തവളെ കൊല്ലാൻ ഞങ്ങൾക്ക് ഒരു പ്രയാസവുമില്ല. സാധാരണ കൊടും ക്രിമിനലുകളെ ചെയ്യുന്നത് പോലെ തൂക്കിലേറ്റുക. സാർ, പ്ലീസ്. അതിനധികം സമയമൊന്നും വേണ്ട. ശരിക്കും നിന്നെയൊക്കെ വേദന അറിയിച്ചു കൊല്ലേണ്ടതാ. പക്ഷെ ഇവിടെ അങ്ങനെ ചെയ്യുന്നില്ല. വലിയടാ. No, no, please, sir.
നീയേ ബിനാമിയാണെന്ന് ഞാൻ അറിഞ്ഞായിരുന്നു, വളരെ നേരത്തെ തന്നെ. അതുപോലെ മാളവികയ്ക്ക് പിന്നാലെ എന്റെ ആൾക്കാരും ഉണ്ടായിരുന്നു. പക്ഷേ ഇത്ര പെട്ടെന്ന് തട്ടിക്കൊണ്ടുപോകുന്നു കരുതിയില്ല. ഇനി നാളെ വീട്ടിലൊരു പൂജയുണ്ട്. ആ പൂജ കഴിഞ്ഞാൽ ഞാൻ പറയുന്ന മുഹൂർത്തത്തിൽ നിങ്ങൾ അവിടേക്ക് തിരിച്ചു വരണം. എന്നിട്ട് അടുത്തൊരു നല്ല മുഹൂർത്തത്തിൽ വീണ്ടും മോർട്ടീസ് ജ്വല്ലറിയുടെ MD കസേരയിൽ നീ ഇരിക്കണം. കൊടിലത മാത്രം കയ്യിലുള്ള നീ ഇനി പരിശുദ്ധനാവാൻ ശ്രമിച്ചാൽ ഇതിനകത്തിട്ട് നിന്റെ കത്തിക്കും ഞാൻ. ഇവിടെ നിന്റെ നിഴല് പോലും ഇനി കാണരുത്. കണ്ട വെട്ടി നുറുക്കിക്കളയും ഞാൻ.